ഓ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ആ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയിൽ തന്നെ ഒരു ബി എം ഡബ്ല്യു കാറിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോൻ്റെ ആ ഗെയിമർ തന്നെ ഇറക്കിയ പുതിയൊരു ഗെയിമാണ് ഈ ഒരു ഗെയിം. ഇത് കാർ ഗെയിമാണ്, ബൈക്കിൻ്റെ ഗെയിമാണ്. കളിക്കാനായിട്ട് നമ്മൾ കുറച്ച് ബൈക്കൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്തില്ല. ഇത് കണ്ട മുകളിൽ കാണുന്ന ഈ 3 വണ്ടി കണ്ട നിങ്ങൾ മുകളിൽ കാണുന്ന 4 വണ്ടിയുണ്ട്. ഈ 4 വണ്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ താഴെ കാണുന്ന BMW, പിന്നെ മറ്റേ ചെറിയൊരു വണ്ടി, പിന്നെ മറ്റേ സ്കൂട്ടർ, പിന്നെ ഇത് പഴയ BMW വണ്ടിയാണ്. അതെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെടുത്ത് കളിക്കാൻ പോകുന്ന വണ്ടി വേറൊന്നുമില്ല, നമുക്ക് കുറേ നാളായിട്ടൊരു ഇതാണ് BMW ഇറക്കിയാലോ. BMW ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ BMW തന്നെ വീണ്ടും എടുക്കാം എന്നൊക്കെ BMW ഇറക്കിയാണ്. വേണ്ട, ഇതിൽ പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടോ, കാണിച്ചു തരാം. പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യൻ ട്രെയിൻ 3D കളിക്കുന്ന പോലെയായിട്ട് ഇത് കളിക്കുമ്പോഴാണ് കൂടുതൽ ആശ്വാസം കിട്ടുന്നത്. ഇപ്പോൾ കളിച്ച് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, അപ്പോൾ നിങ്ങളവിടെ മഴയൊന്നുമില്ലേ ഇന്ന്? മഴ ഉണ്ടോ? പക്ഷേ നിങ്ങളവിടെ മഴ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മഴയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണ്ട. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID, പിന്നെ എൻ്റെ കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഞാൻ താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മോജോൻ്റെ അക്കൗണ്ട് ഞങ്ങൾക്ക് ഞാൻ തരാം. സംഭവം വെച്ചാൽ ഇവിടെ വീടിൻ്റെ അവിടെ മൊത്തം കാറ്റാണ്. സത്യം പറയേണ്ടത്, ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മൾ വീഡിയോ വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മഴയായിരുന്നു. അത് തന്നെ കൊണ്ട് ഇന്നലെ വീഡിയോ വരാണ്ടിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഗെയിമിങ് ചാനലൊന്ന് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് സൈക്കിളിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടത്. പിന്നെ അത് ഞാൻ നിർത്തി. പിന്നെ ഫേസ്ബുക്ക് ID വരെ താഴെ കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് കിട്ടി. നമ്മൾ ഇന്ന് വർക്ക്ഷോപ്പ് വരെ പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇതടിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. വണ്ടിയുടെ കളറൊന്ന് മാറ്റിയേക്കാം. പക്ഷേ ഇതൊക്കെ സ്റ്റണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഓപ്ഷൻ കാണിച്ചു തരാം. ഇതിൽ സൈലൻസർ മാറ്റാനൊക്കെ പറ്റും. അത് മാത്രമല്ല, വേണമെങ്കിൽ ലൈറ്റൊക്കെ മാറ്റിക്കളയാം. ലൈറ്റ് മാറ്റിയപ്പോൾ എന്തോ വണ്ടി കാണാനായിട്ട് വണ്ടീൻ്റെ ആക്സിഡൻറ്റ് കൂട്ടിപ്പോയി. എൻജിനൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. എൻജിനെ കാണുന്നുണ്ട്. എന്നാലും തന്നെ ടാക്ക് ഗൈസ്. കുറേ സെറ്റപ്പ് ഉണ്ട്. ഇതിലിപ്പോൾ വേണമെങ്കിൽ നമ്പർ പ്ലേറ്റ് ആണെങ്കിൽ മാറ്റി വയ്ക്കാം കേട്ടോ. നമ്പർ പ്ലേറ്റ് മാറ്റി വെച്ചാൽ MVD നമ്മൾ ഇതെങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേമാതിരി തന്നെ ആക്കുള്ളൂ. എന്നാലും ഇത് കിടക്കട്ടെ. നമ്മൾ ഇതെടുത്ത് കളയാണ്. ശരിക്കും പറഞ്ഞൊരു സ്റ്റണ്ട് ബൈക്ക് അത് തന്നെ ആയിട്ടുണ്ട്. സ്റ്റണ്ട് ബൈക്കിന് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാണ്ടല്ലോ, നമ്മളിപ്പോൾ നല്ല റോഡ് കൊണ്ടുവരാം. റോഡിലൊന്ന് നിൽക്കുക. എന്നിട്ട് ഇവിടെ സൈഡിൽ തന്നെ അത് അമർത്തുന്നുണ്ട്. കണ്ടോ, ഫ്രണ്ട് സ്റ്റണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ അമർത്തുക.
ഇങ്ങനെ വേണ്ട ഉണ്ടാ സ്റ്റണ്ട് ചെയ്യും. ഇനിയിപ്പോൾ വേണേൽ എണീറ്റിക്കണമെങ്കിൽ ആയിക്കോട്ടെ. ഇങ്ങനെ പൊന്തി ഇങ്ങനെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ടൊക്കെ ഓടിക്കുക. എന്നിട്ടാണെങ്കിൽ ഇതാക്കാം. എന്നിട്ട് നോർമലാക്കാം. എന്നിട്ട് നമുക്ക് സ്പീഡിൽ പോയിട്ട് ബാക്ക് വെക്കാൻ പറ്റും. മലനടിച്ച് വീഴുമെന്നൊന്നും അറിയില്ല. ഹെൽമെറ്റ് ചെയ്യുക എന്നാലും. ഓക്കെ. ഓ ഗായ്സ്, എൻ്റെ ദൈവമേ, ഇതിൽ ഈ ഗെയിമിൽ ഈ ഒരു ബൈക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കളിക്കാൻ നിൽക്കണ്ട, ബാക്ക് വെക്കാൻ നിൽക്കണ്ട, മലനടിച്ച് വീഴും. ഓഹ്, ഇതും ഈ സമയത്തൊന്നും ഇതൊക്കെ ഓണാക്കിയിട്ടേക്കണത്. നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. ലെഫ്റ്റ് എടുത്ത് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഈ സിറ്റി ആണ് കാണിച്ചു തരാം. ഓഫ് റോഡ് സെറ്റപ്പൊന്നും സിറ്റിയിലില്ല. അതെ, ഇതാണ് സിറ്റി. ആണ്ടോ, ഇവിടെ തൊട്ട് സിറ്റിയാണ്. പിന്നെ ഉള്ളത് ഇതാണ് നമ്മുടെ ഡ്രൈവിങ് സ്കൂളുണ്ട്, പെട്രോൾ പമ്പുണ്ട്, ബാറുണ്ട്, പിന്നെ ഷെയ്ക്കാണ്, ചായ കിട്ടൂല, കോഫി, ബാങ്ക്, നമ്പർ വർക്ക്ഷോപ്പ്, സ്കൂള്, ഡ്രസ് ഷോപ്പ്, പെയിൻറ്റിങ് ഷോപ്പ്, ഇത് ടാക്സി, ഇത് ഹെൽമെറ്റ് ഷോപ്പ്, ഇതും കോഫിയാണ്. പിന്നെ ഇത് സ്കൂളാണ്. ഇത് സ്കൂളോ എന്തോ അങ്ങനെ. ഇത് പർച്ചേസിങ് ആയിട്ട് എന്തോ ഇതാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ല, ഇതിൻ്റെ അകത്ത് ആയിട്ടില്ല. ഇത് കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്ന എല്ലാ ഷോപ്പുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ആ നേരെ വിട്ടേക്കാം. ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? എന്നെപ്പോലത്തെ യൂട്യൂബ് കണ്ടന്റ് ചെയ്യണ ഒരുത്തന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ ചാനലിൻ്റെ നെയിം താഴെ കൊടുത്തേക്കാം. ഞാൻ തുടങ്ങിയിട്ട് 3 മാസം 4 മാസം അങ്ങോട്ടായി. അവൻ തുടങ്ങിയിട്ട് 2 മാസമായി. സത്യം പറഞ്ഞാൽ എൻ്റെയാണ് ശരിക്കും പറഞ്ഞാൽ റീച്ച് ശരിയാണ് ആവേണ്ടത്. അവൻ്റെ റീച്ച് അവനുണ്ടല്ലോ. ഞാനിങ്ങനെ അന്ന് ആ സമയത്ത് അങ്ങനെ ഇടയ്ക്കൊക്കെ വീഡിയോ ഉണ്ടാവും. അവനാണെങ്കിൽ ഇടയ്ക്ക് വീഡിയോ ഇടാറില്ല. പക്ഷെ അവനാണെങ്കിൽ ഉണ്ടല്ലോ 600 അടിച്ച് കീറിപ്പോയി. ഇപ്പോൾ 700-ലും 800-ലും അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അവൻ കൊടുങ്ങല്ലൂരുകാരനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കണത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് വിളിക്കാനായിട്ട് എൻ്റെ കൂട്ടുകാരനെ വിളിക്കുമ്പോൾ പറയണമെന്നറിയോ, അവൻ ഷൂട്ടുണ്ടെന്ന്. വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ പഴയ കൂട്ടുകാരൻ്റെ അടുത്ത് പോവുക, എന്നിട്ട് ഷൂട്ട് ചെയ്യുക, അതാണ്. സത്യം പറഞ്ഞിപ്പോൾ 59-60 സബ്സ്ക്രൈബുള്ള ഇപ്പം ആർക്കും എന്നെ വേണ്ട, അവനെ മതി. നിങ്ങളല്ല കേട്ടോ കാര്യം, ഇവിടുത്തെ കൂട്ടുകാരന്മാരൊക്കെ അവൻ്റെ പുറകെയാണ്. അവൻ ബോയ്സ് സ്കൂളിലാണ് പഠിക്കണത്. അവൻ്റെ പേര് നിഖിൽ എന്നാണ്. അവൻ്റെ അച്ഛൻ്റെ പേര് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ അരിമണി രാജു എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും. ആ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അവൻ്റെ അക്കൗണ്ട് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കയറിയിട്ട് നോക്കട്ടോ. ഞാൻ എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ താഴെ ഇതുണ്ട്, ആരും അമർത്തി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാണ് തുടങ്ങിയെന്നൊക്കെ അതിൽ കാണാൻ പറ്റും.
അവൻ 2 മാസമായി തുടങ്ങിയിട്ട്. പക്ഷെ അവനെങ്ങനെ പെട്ടെന്ന് കീറിപ്പോയി. അതെന്നാ, ഞാനാണെങ്കിൽ കുറയുകയും ചെയ്ത്. അവൻ പെട്ടെന്ന് കീറിപ്പോയത്. ഓ നമ്മളപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞത് അതുകൊണ്ട് എനിക്കൊന്ന് ഇത് നീന്തണം പോലും മര്യാദയ്ക്ക് കിട്ടണില്ല. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങിയിട്ടൊന്ന് സംസാരിക്കാം. ഇപ്പോൾ പറയേണ്ട കാര്യം എന്താണെന്ന് മറ്റു ചോദിക്കാം. സത്യം പറഞ്ഞാൽ ആൾക്ക് അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഇതുണ്ട്, ഇഷ്ടം പോലെ പെറ്റുണ്ട്. സത്യം പറഞ്ഞാൽ ചാരത്ത് കളർ തത്തയുണ്ട്, അതൊക്കെ അവനുണ്ട്. അത് 3-2 ഉണ്ട്. പിന്നെ അവൻ്റെ അച്ഛൻ എന്ന് പറയണത് ഈ നാട്ടിൽ വലിയ കർഷകൻ എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ല കേട്ടോ. അത് ഇവിടെ വന്നിട്ട് എൻ്റെ വീട് ഇവിടെ കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം കടുക്കച്ചോടാണ്. ഇവിടെ അടുത്ത് ഒരു അഷ്ടപതി എന്നൊരു ഇതുണ്ട്. അവിടെ പോയി ചോദിച്ചാൽ ഇവൻ്റെ അച്ഛനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. ഇതൊക്കെ പെട്ടെന്ന് കീറിപ്പോവാന്ന് വെച്ചാൽ, പക്ഷെ ഞാനല്ല ആദ്യം തുടങ്ങിയത്. അപ്പം ഞാനല്ലേ കീറിപ്പോണ്ടത്, അവനെങ്ങനെ കീറിപ്പോയേ? പിന്നെ അവൻ കണ്ടന്റുകൾ ചെയ്തിട്ടാണ്. സത്യം പറയാലോ. അവൻ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് ടീമിനെ കൂട്ടി. സത്യം പറഞ്ഞാൽ അപ്പോൾ ആ ടീമും കൂടി അവൻ്റെ അടുത്ത് കൂട്ടി. ഇപ്പം മൊത്തം കൂടി ചേർത്ത് 6 പേരുണ്ട്. ശരിക്കും 5 പേരാണ് വേണ്ടത്, 6 പേരുണ്ട് സത്യം പറഞ്ഞാൽ. ഗെയിം അക്കൗണ്ട് അല്ല കേട്ടോ. ഇപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ സത്യം പറഞ്ഞാൽ ഇവൻ ചാനൽ തുടങ്ങിയത് കാരണം കൊണ്ട് ഇപ്പോൾ നിർത്തി. അവന്മാർ ചാനൽ നിർത്തി. അവന്മാരുടെ പേര് എന്തൊക്കെയോ കൃഷ്ണ എന്തോ പേരായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ചാനലിൻ്റെ പേര് ഭഗവത് കിത്തു ഗെയിമിംഗ് ആണ്. പക്ഷേ എൻ്റെ ശരിക്കുള്ള പേര് ഭഗവത് കൃഷ്ണ എന്നാണ്. ഞാനിപ്പോൾ ബോയ്സിലാണ് പഠിക്കാനായിട്ട് പോണത്. ബോയ്സിലാണ് പഠിക്കാൻ പോണത്. ഞാൻ ആദ്യം പഠിച്ച കോട്ടപ്പുറം സെൻറ്റ് മേരീസിലാണ്. സെൻറ്റ് മേരീസ് അല്ല, സെൻറ്റ് ആൻസിലാണ് പഠിച്ചത്. സെൻറ്റ് ആൻസി പഠിച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പള്ളിനാടയിൽ കൂടെ വെറുതെ പോയതാണ്. വെറുതെ പോയപ്പോൾ ഒരുത്തനെ കല്ലെടുത്തെറിഞ്ഞു. സത്യം പറഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് പൈസ ചോദിച്ചപ്പോൾ ഞാൻ കല്ലെടുത്തെറിഞ്ഞു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് പൈസ ചോദിച്ചപ്പോൾ. അവൻ പൈസ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് നിൻ്റെ വീട്ടുകാരെല്ലാം എനിക്ക് പൈസ ഉണ്ടായി തന്നെ തന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പൊക്കോന്ന് പറഞ്ഞ്. പിന്നെ തിരിച്ചു വന്നപ്പോൾ കല്ലെടുത്തെറിഞ്ഞതും എനിക്ക് വേനെടുത്തതും പിന്നെ അവന് വേനെടുക്കട്ടെ എന്ന് വെച്ച് ഞാനങ്ങ് എടുത്തിട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം പ്രശ്നമൊന്നും ആയില്ല. പിന്നെ പതിയെ പ്രശ്നം വന്നു തുടങ്ങിയിരുന്നു. അത് കാരണം കൊണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് പുറത്തായി. പിന്നെ സ്കൂളിൽ നിന്ന് TC മേടിച്ച് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ റിയൽ ലൈഫാണ് കേട്ടോ, റിയൽ ലൈഫ് സ്റ്റോറിയാണ് പറയണത്. ഞാനിപ്പോൾ 2009 കാലത്താണ് ഞാൻ ജനിച്ചത്. അന്നൊന്നും ഇങ്ങനെ യൂട്യൂബ് ചാനൽ അങ്ങനെ തുടങ്ങുക, അക്കൗണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഇപ്പോൾ ഫോണ് ഇങ്ങനെയാണെന്നൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ യൂട്യൂബറും ഐഫോൺ എടുക്കണം. അപ്പോൾ എനിക്ക് എന്തായാലും ഐഫോൺ എടുത്ത് വീഡിയോ ചെയ്താലോ എന്ന് വെച്ചു. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഒരു ഐഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഏത് മോഡലാണെന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് എൻ്റെ ഇതിൽ തോന്നിയ കാര്യം ഐഫോൺ 6s മേടിക്കാന്ന് വെച്ചിട്ടാണ്. 6s അങ്ങനെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞാനത് ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അതിൽ പ്ലേ സ്റ്റോറി ഓപ്പൺ ആവില്ല, ആപ്പ് സ്റ്റോറാണ്.
പിന്നെ ഞാനത് ഒരു കൂട്ടുകാരന് സെയിലയച്ചേ അതിൻ്റെ നിന്ന് താഴെ വീണപ്പോൾ പൊട്ടി. സത്യം പറഞ്ഞാൽ ഈ താഴെ എപ്പോഴാണ് താഴെ വീണെന്ന് വെച്ചാൽ ഞാൻ പാലത്തുമ്പോൾ കൂടെ പോവുമായിരുന്നു. അപ്പോഴാണ് നിലത്തേക്ക് വീണേ. വീഡിയോ എടുക്കുന്ന നിലത്തേക്ക് വീണു. അത് പൊട്ടി. പിന്നെ അത് കളഞ്ഞു. പിന്നെ ഫോണ് വേറെ മേടിക്കാൻ പറഞ്ഞപ്പോൾ അന്ന് സത്യം പറഞ്ഞ എൻ്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് എനിക്കൊരു ഫോൺ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അമ്മൂമ്മ പൈസ എടുത്ത് തന്നിട്ട് പറഞ്ഞു, നീ ഒരു ഫോൺ മേടിക്ക്, ഇതാകെ 15,000 രൂപയുള്ള നീ ഫോൺ ആദ്യം മേടിക്ക്, യൂട്യൂബ് ചാനൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ മേടിച്ചു, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. ആദ്യം ഐഫോണിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് പിന്നെയും കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. 2 അക്കൗണ്ട് ഉണ്ടായിരുന്നു. 2 അക്കൗണ്ട് ഇപ്പം കയ്യിലുണ്ട്. പറഞ്ഞാൽ ഭഗവത് കിത്തു എന്നും വന്നിട്ട് പിന്നെ ഭഗവത് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണ് എൻ്റെ. പിന്നെ പക്ഷെ അവിടെ എന്തോ കാണുന്നുണ്ട്. 8 മിനിറ്റ്. വെള്ളം വരെ, ഞാൻ വിചാരിച്ച് മണ്ണാണെന്ന്. അങ്ങനെ മൊബൈൽ വാങ്ങിച്ച് അങ്ങനെ സ്വന്തമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്. പിന്നെ ആദ്യം 2020 ഭഗവത് കിത്തു ഭഗവത് 2023 എന്നൊരു അക്കൗണ്ടാണ് ആദ്യം ക്രിയേറ്റ് ചെയ്തത്. ആ അക്കൗണ്ട് ഹാക്കായി പോവുകയും ചെയ്തു. പിന്നെ എനിക്ക് മോജോയിലുണ്ട് അക്കൗണ്ട്, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്, ഇപ്പോൾ കുറച്ച് സാധനത്തിലും കൂടെ അക്കൗണ്ട് ഉണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പർ വേണമെങ്കിൽ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അത് നമുക്ക് ഈ വീഡിയോ എടുത്ത് വൈൻഡപ്പ് ചെയ്താലോ? നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്ത വീഡിയോ നമ്മൾ പുതിയതായിട്ട് പുതിയ ഗെയിം കൊണ്ടുവരുന്നതായിരിക്കും. ഈ ഗെയിം ഇപ്പോൾ ഞാൻ പറഞ്ഞ ആപ്പ് തന്നെ, ആ ഒരു ഗെയിമിൻ്റെ ആ പേര് വെച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഗെയിമിൻ്റെ പേര് താഴെ തന്നെ ഒരു ലിങ്ക് ഉണ്ട്. ലിങ്ക് അമർത്തിക്കഴിഞ്ഞാൽ ഇതേമാരത്തെ കുറേ ഗെയിംസ് വരുന്നു. അന്ന് കണ്ട സെയിം ആൾ തന്നെ ഇതിനകത്തുണ്ട്. നമുക്ക് ബൈ.